ഹലോ, അജിത്താണ്. ട്രാവൽ വിത്ത് അജിത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. 25 വർഷം മുമ്പ് ശ്രീനാരായണ ഗുരു വിശ്വാസികളായ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ബഹ്റിനിൽ രൂപം കൊടുത്തൊരു സംഘടനയാണ് ഇവരുടെ 25ാം വാർഷികാഘോഷങ്ങളുടെ സമാപനവും പുതിയ ഭാരവാഹികളുടെ ചുമതല ഏറ്റെടുക്കലും ഈ ആഘോഷങ്ങളുമൊക്കെയായി കഴിഞ്ഞ ദിവസം ഒരു പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. ആ പരിപാടിയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ യാത്രയിലുള്ളത്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോയാലോ? ഹലോ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ബഹ്റിനിൽ കഴിഞ്ഞ 25 വർഷം മുമ്പ് ആരംഭിച്ച ഒരു സംഘടനയാണ് GSS. ശ്രീനാരായണ ഗുരു വിശ്വാസികളായ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് രൂപം കൊടുത്ത ഈ സംഘടന ഇന്ന് ബഹ്റിൻ്റെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് നിരവധി സംഭാവനകളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ 25ാം വാർഷികാഘോഷങ്ങളുടെ സമാപനവും പുതിയ ഭാരവാഹികളുടെ ചുമതല ഏറ്റെടുക്കലും ഈദ് ആഘോഷങ്ങളും ഒക്കെയായി നമ്മുടെ ഇന്ത്യൻ ക്ലബ്ബിൽ വെച്ച് ഒരു പരിപാടി നടന്നു. സമുന്നയ 2025 എന്ന പേരിലായിരുന്നു ഈ പരിപാടി നടന്നത്. ഈ പരിപാടിയുടെ മാറ്റ് കൂട്ടാനായി മ്യൂസിക്കൽ നൈറ്റും കോമഡി ഷോയും ഒക്കെ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഈ പരിപാടിയുടെ വിശേഷങ്ങളാണ് ഇന്നുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് കേരളത്തിൻ്റെ മിടുക്കിയായ ഇടുക്കിയുടെ സ്വന്തം MP ഡീൻ കുര്യാക്കോസാണ്. പ്രവാസി ഭാരതി അവാർഡ് ജേതാവും പ്രമുഖ വ്യവസായിയുമായ ബാബുലാൽ സാറായിരുന്നു ഈ പരിപാടിയുടെ മുഖ്യ അതിഥി. സംഘടനയുടെ 25 വർഷങ്ങൾ പൂർത്തിയാവുന്ന കഴിഞ്ഞ ഒക്ടോബറിൽ ആരംഭിച്ച രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം ഈ വേദിയിൽ വെച്ചായിരുന്നു നടന്നത്. ഈദ് ആഘോഷങ്ങളുടെ ഭാഗമായി മൈലാഞ്ചിരാവ് എന്ന പേരിൽ മാപ്പിളപ്പാട്ടുകൾ ഉൾപ്പെടെയുള്ള ഗാനങ്ങൾ ചേർത്തിണക്കിക്കൊണ്ട് ഒരു മ്യൂസിക്കൽ നൈറ്റും ഇതോടൊപ്പം ഉണ്ടായിരുന്നു. കൂടാതെ കോമഡി ആർട്ടിസ്റ്റും ഗായകനുമായ രാജേഷ് അഡ്മാലിയുടെ വൺമാൻ ഷോയും പരിപാടിയുടെ മാറ്റുകൂട്ടി. ഈ വേദിയിൽ വെച്ച് GSS നവരാത്രി ആഘോഷങ്ങളുടെ പോസ്റ്റർ പ്രകാശനവും നടക്കുകയുണ്ടായി. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. കണ്ണും പിരിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല. കോളേജ്
ജാനവി എന്റെ മോളെ, നീ ബൈബിളിൽ ഉപദ്രവന്റെ പുസ്തകം വായിച്ചിട്ടു ഇല്ലേ? ഇന്ന് തന്നെ നിരന്തരം എനിക്ക് നിന്നോട് പറയാനുള്ളത് മനസ്സ് ശുദ്ധിയാക്കിയിട്ട് പോകും. ചെയ്ത പാപങ്ങൾക്കല്ലേ ഫാദർ പ്രൊഫസറിനെ പറ്റി ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്ക് പറ്റി ഈശോ മിശിഹായ്ക്ക് സ്തുതി. எங்கிட்ட கதை காமிக்கிறீடா, அதுக்கு பெல்ல ഇൻസൾട്ട് பண்ணல, സ്വയം ഇതി എതിർപ്പാർക്കല്ല, കുറച്ചിരുന്ന് സംസാരിക്കാം. മനസ്സിലായോ? കൊഞ്ചം കണ്ട് പേസലാം. മനസ്സിലായോ? പുന ബാക്കിൽ കൈയിടിയില്ല, ആൾക്കാർ പകുതി ഇരിക്കുന്നു. ഭയങ്കര മോശം. ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.